അതായത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ്, ഇതില്ലാന്ന് ഞാൻ പറയുന്നില്ല, അവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിന്റെ ഏറ്റവും അടിയിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എന്റെ കോണ്ടാക്ട് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾക്ക് കംഫോർട്ടുള്ള എന്തും നമ്മൾ ചെയ്യും, അതായത് വേഷങ്ങൾ. അതിനകത്ത് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു, നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഹായ് എവരിവൺ, അപ്പൊ എന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലം സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധി. അവരുടെ ലൈഫിലെ ഓരോ കാര്യങ്ങള് സോഷ്യൽ മീഡിയയിൽ ചുമ്മാ എപ്പോഴും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ തന്നെയാണ്. നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തതാണ്. ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ആ ഒരു ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് എന്ന് പറയുന്ന ആ ഒരു റൊമാൻറ്റിക് സോങ്, അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഒരുപാട് നെഗറ്റീവ് ആണ് ഇവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്, രേണു സുധിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആദ്യത്തെ ഒരു വെഡിങ് ഫോട്ടോഷൂട്ട്, പിന്നെ അല്ലാണ്ട് ഈ റൊമാൻറ്റിക് സോങ്, അതല്ലാണ്ട് ഒരു വെഡിങ് ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടറുമായിട്ട് രേണുവിന്റെ ഒരു ഫോട്ടോഷൂട്ട് കണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചെയ്തതാണ്. അതേപോലെ തന്നെ ഈ പുള്ളിക്കാരൻ, ഈ ഡോക്ടർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ നേരത്തെ ഒരു മുഖത്ത് ഫുള്ള് ഇതൊക്കെ ഉള്ള ഒരു പൊള്ളലേറ്റ ഒരു പെൺകുട്ടിയായിട്ട് ഒരു വിവാഹ ഫോട്ടോഷൂട്ട് നേരത്തെ നടത്തിയായിരുന്നു. അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരു വിവാദം തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വൈറലാകാന്ന് വിചാരിക്കുന്ന ഒരു പുള്ളിക്കാരൻ തന്നെയാണ്. അപ്പൊ ഈ അടുത്ത് നമ്മുടെ ഈ രേണു സുധിയും മറ്റേ ആ ഡോക്ടറും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഒന്ന് ആദ്യം ഇതൊന്ന് കണ്ടോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ചോദിച്ചിട്ട് ഒരാൾ പോലും വിളിച്ചിട്ടില്ല, എന്താണ് റീസൺ? കഴിവുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡിപ്രഷൻ അടിച്ചു. എനിക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ മരണപ്പെട്ടാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രേണു സുധിയും ഡോക്ടർ മനു ഗോപിനാഥനും വിവാഹിതരായോ? ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ചൂട് പിടിച്ച ചർച്ച എന്നുള്ളത്. വിവാഹിതരായോ? വിവാഹിതരായിട്ടില്ല. ആയിട്ടില്ല. പിന്നെ എന്തായിരുന്നു ആ ഫോട്ടോസ്? അതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. അതായത് പാങ്ങപ്പാറ, നമ്മുടെ ട്രിവാൻഡ്രത്ത് ശ്രീകാര്യത്തിനടുത്ത് പാങ്ങപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ലേ ഇതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ഫോട്ടോഷൂട്ടാണ്, വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്ത ഫോട്ടോഷൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ആരെങ്കിലും ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണെങ്കിൽ തന്നെ ഈ ഒരു ഫോട്ടോഷൂട്ട് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവർ തമ്മിൽ ഏതെങ്കിലും ഒരു ഇതിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള ഒരു ആഡ് ആയിരുന്നോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ. അപ്പൊ ഇതിനകത്ത് ഒരു പരസ്യത്തിന് വേണ്ടി ഷൂട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊന്നും എവിടെയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. നിങ്ങൾക്കും വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇവർ വിവാഹിതരായോ എന്നും പറഞ്ഞിട്ടുള്ള ക്യാപ്ഷനും വെച്ചിട്ട് ഓരോ ഫോട്ടോസ് ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് വേറെ ആഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിരുന്നു അത്. അപ്പം അതിന്റെ ഫോട്ടോസ് പുറത്ത് വന്നപ്പോൾ നമ്മുടെ ഈ എന്താ പറയാ, ഈ ബ്യൂട്ടി പാർലറിന്റെ പരസ്യം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെഡിങ് പോലെയുള്ള അവരുടെ മേക്കപ്പ് ആണല്ലോ. അതുകൊണ്ട് ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ചെയ്തത്. അത് ഫോട്ടോസ് പുറത്ത് വന്നപ്പോഴത്തേക്കും വിവാഹം കഴിച്ചു എന്നുള്ളൊരു സംഭവം വന്നു. രേണു ചേച്ചി, ശരിക്കും ഈ ആൾക്കാർ തെറ്റിദ്ധരിച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. പബ്ലിക്കില് നിങ്ങൾ വിവാഹം കഴിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെയാണ് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തത്. ഇതിനകത്ത് കണ്ടില്ലേ, ഇവർ വിവാഹിതരായോ എന്ന് ചോദിച്ച് ടൈറ്റിൽ കൊടുത്തിട്ട് ഇട്ടിരിക്കുന്നത് ഇവര് തന്നെയാണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് രാജകുമാരിയും രാജകുമാരനും തമ്മിലുള്ള ജീവിതയാത്ര ഇവിടെ തുടരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലാത്തവരൊന്നും പോയി കാണുക. പിന്നെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ട് ലാസ്റ്റ് പുള്ളിക്കാരന്റെ പേരും ഒപ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വന്നിരിക്കുന്നത് വൈറൽ ഫോട്ടോകളുടെ രാജകുമാരനും റീൽസുകളുടെ രാജകുമാരിയും തമ്മിൽ ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആരാണെങ്കിലും തെറ്റിദ്ധരിക്കത്തില്ലേ? നിങ്ങൾ തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇവർ വിവാഹിതരായോ എന്ന് ചോദിച്ചത് നമ്മളല്ല, നിങ്ങൾ തന്നെയാണ് അത് പബ്ലിക്കിലോട്ട് എത്തിച്ചത്, അല്ലാതെ നമ്മളാരും അല്ല അങ്ങനെ പറഞ്ഞത്. അപ്പൊ ബാക്കി കൂടെ നോക്കാം. ബാക്ക് ടു ബാക്ക് വരുന്നതല്ലേ? അതെ, ഒന്ന് മാറുമ്പോ ഒന്ന്, അത് ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ എന്തായാലും രേണു ചേച്ചിനോട് എനിക്ക് പറയാനുള്ള, നിങ്ങളോട് നല്ല റെസ്പെക്ട് ഉണ്ട്. ബട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം നിങ്ങൾ ചൂഷണത്തിൽ പെടാതെ നോക്കുക, പറ്റിക്കപ്പെടാതെ നോക്കുക. ശരിക്കും പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്നു കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ കല, അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. കല, നാടകം, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടുകൾ, റീൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെയുള്ള ആ ഒരു വീഡിയോ, അതൊക്കെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സാധനമാണ്. അപ്പോ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മൂലക്കിരിക്കണം എന്നുള്ള ആ ഒരു സംഭവത്തിനോട് 100% എതിർക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി വരുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. ബാക്കി ഇവിടെ കാണാം. ഞാൻ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്തത്. ഷൂട്ടിന് മുമ്പ് രേണു എടുത്ത് പറഞ്ഞു വേറെ ആളെ വേണമെങ്കിൽ നോക്കിക്കോ, ഞാനിത് ചെയ്യുന്നില്ല എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എന്റെ പ്രശ്നം കൊണ്ടല്ല, എന്റെ ഇമേജ് എന്നുള്ള ഒരു പ്രശ്നമായിരുന്നു അവിടെ നോക്കിയത്. അപ്പൊ എന്റെ അടുത്ത് വളരെ സ്നേഹത്തോടെ പറഞ്ഞു റെഡിയാണ്, പക്ഷേ ഇത് മൂലം വരുന്ന പേര് ദോഷവും ചീത്തപ്പേരും ഒന്നും ചില്ലറയല്ല, അത് സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നോട് പറഞ്ഞു. ഞാനപ്പോൾ റെഡിയായിരുന്നു. പക്ഷെ ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാര്യം
നമ്മളെ തേച്ചൊട്ടിക്കാം, പക്ഷേ ഈ തേച്ചൊട്ടിച്ചെടുത്തുനിന്ന് വടിച്ചെടുക്കുന്ന ഒരു വല്ലാത്തൊരു ലെവലിലോട്ട് നമ്മളെ അങ്ങ് ഒരു തേച്ചൊട്ടിച്ചതും വലിച്ചൊട്ടിച്ചതും ഒക്കെ നിങ്ങൾ തന്നെയല്ലേ സുഹൃത്തെ? പുള്ളിക്കാരൻ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾ പറയുന്നു ഇതിനകത്ത് ഒരു പരസ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പരസ്യത്തിന്റെ ഒരു കാര്യങ്ങളും ആ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള തെളിവ് കൊണ്ടുവരണം. പിന്നെ അല്ലാതെ എങ്ങനെ ആൾക്കാർ ഇത് മനസ്സിലാക്കും? പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ തന്നെ കൊടുത്തിരിക്കുക ഇവർ വിവാഹിതരായോ എന്നുള്ള കാര്യം. അതിപ്പോഴും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. അതിനകത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷനാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത്. വൈറൽ രാജകുമാരൻ അല്ലെങ്കിൽ വൈറൽ ഫോട്ടോഷൂട്ടുകളുടെ രാജകുമാരൻ റീൽസുകളുടെ രാജകുമാരിയും തമ്മിൽ ഒന്നിക്കുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അത് തന്നെ തോന്നത്തുള്ളൂ നിങ്ങൾ കല്യാണം കഴിച്ചെന്നുള്ളത്. നമ്മൾ ഈ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോഴേ നമ്മൾ മനുഷ്യരല്ലേ, ചില ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഒരു കൺട്രോൾ വിട്ടു പോകും. അങ്ങനെ എനിക്ക് തോന്നി. അതിന്റെ ഹാങ് ഓവറിലാണോ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്? എന്തായിരുന്നു ആ പോസ്റ്റിന് പിന്നിലുള്ള ചേതോവികാരം? അത്രയും ഡൗൺ ആയി പോയോ മാനസികമായിട്ട്? അത് 1% അതിലുണ്ട്. എങ്കിലും അതിനേക്കാൾ ഉപരി കുറെ ആളുകൾ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കണം അല്ലെങ്കിൽ തകർന്നിരിക്കുകയാണെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളവരെ ആണോ അങ്ങനെ ഒരു കാര്യം ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഇദ്ദേഹം പിന്നെ എന്താ മാനസികമായിട്ട് തകരണം അല്ലെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെടണം അല്ലെങ്കിൽ ഇങ്ങനെ താഴെത്തട്ടിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മനഃപൂർവ്വം അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടാവും ഈ ഇദ്ദേഹം മാനസികമായിട്ട് തകർന്ന് പണ്ടാരം അടങ്ങിയിരിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ? സന്തോഷിപ്പിക്കേണ്ട അവർക്ക് വേണ്ടിയുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അത്. ഈ ഒരു വെഡിങ് ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു, വെഡിങ് ഫോട്ടോഷൂട്ട്. ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മൾ നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് മാലയൊക്കെ ഇട്ട് നിങ്ങളുടെ ആ ഫോട്ടോസ് ഒക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത്. അതിന്റെ ആ ഒരു റൈറ്റിംഗ്സ് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ശരിക്കും അതൊരു മിസ്ലീഡിംഗ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അങ്ങനെ തന്നെയല്ലേ എടുക്കുള്ളൂ. ഞാനല്ല ക്യാപ്ഷന്റെ പിന്നിൽ ഇദ്ദേഹമാണ്. അതെ, അപ്പൊ മനസ്സിലായില്ലേ? ഇവിടെയാണ് പുള്ളിക്കാരി എടുത്തു പറയുന്നുണ്ട് ഞാനല്ല ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹമാണ് കൊടുത്തേക്കുന്നതെന്ന്. അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോ ആ അവതാരിക വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഫോട്ടോഷൂട്ടും ആ കാര്യങ്ങളും അതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ റിയൽ ആയിട്ട് കല്യാണം കഴിച്ച വ്യക്തികളെ പോലെ തന്നെയാണ്. കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നത് റീൽസുകളുടെ രാജകുമാരനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ആ ഒരു സംഭവമാണ് കൊടുത്തേക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും തെറ്റിദ്ധരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോ പിന്നെ പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അങ്ങനെ കൊടുത്തതെന്ന്. അപ്പോഴാണ് ഈ രേണുസുതി പറയുന്നത് അയ്യോ ഞാനല്ല കൊടുത്തത് പുള്ളിക്കാരനാണ് കൊടുത്തതെന്ന്. അപ്പോ പുള്ളിക്കാരൻ തന്നെയാണ് ഇതിനകത്തെ മെയിൻ ഉത്തരവാദി. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, നേരത്തെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞ കാര്യം തന്നെയാണ്. ബാക്കി കൂടെ കേൾക്കാം. മറുപടി ഞാൻ പറയാം. അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു ടീം വർക്കാണ്. ഒരാള് രണ്ടാള് അങ്ങനെയുള്ള ഒരു ഇതല്ല, നമ്മുടെ ഒരു ടീം വർക്ക്. അപ്പം ഓരോരുത്തർക്കും അവരുടെ സജഷൻ ഐഡിയാസ് ഒക്കെ ഉണ്ട്. അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോയ്ക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിംഗ് ആയിരുന്നു, അതിന്റെ ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു. പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്ന ഒരു ശവപ്പെട്ടിക്കട, അതിന്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി പുള്ളിക്കാരൻ പോകുന്നു, അതിന് ക്യാപ്ഷൻ എന്ത് കൊടുക്കും? പുള്ളിക്കാരൻ ചിലപ്പോ എനിക്ക് തോന്നുന്നത് ഡെഡ് ആയിട്ട് കിടക്കുന്ന ശവപ്പെട്ടിയിൽ ഇങ്ങനെ കുരിശൊക്കെ പിടിച്ച് കിടക്കുന്നതായിട്ട് ഫോട്ടോ എടുക്കുമായിരിക്കും. എന്നിട്ട് അതിനകത്ത് റീൽസുകൾ എന്താണ് മറ്റേ വൈറൽ ഫോട്ടോ ഷൂട്ടിന്റെ പുള്ളിക്കാരൻ മരിച്ചു അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തി ഇങ്ങനെ ഡെഡായി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കൊടുക്കും. എനിക്ക് അതാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ചരമക്കോളം സെറ്റ് ചെയ്ത് അവിടെയൊക്കെ ഇങ്ങനെ മറ്റേ ആദരാഞ്ജലികൾ എന്നൊക്കെ എഴുതി മറ്റേ പോസ്റ്ററൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നത്. അതൊരു വലിയ കമ്പനി ഒന്നുമല്ല, ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങി. അപ്പൊ ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പം ഓരോരുത്തരും ഓരോരോ സജഷൻസ് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും വെച്ചിട്ട് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് തന്നെ ചെയ്ത് തുടങ്ങാം എന്നുള്ളതായിരുന്നു. അതിന് നമ്മൾ ആദ്യമായിട്ട് സമീപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ആണ് രേണുവിനെ വിളിക്കുന്നത്, രേണുവിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന് ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും രേണുവിനെ അല്ല ആദ്യം നമ്മൾ സമീപിച്ചത്. അന്ന് സ്റ്റാർ മാജിക്കിൽ നല്ല റീച്ചിൽ നിന്ന അനുമോളയാണ്. അന്ന് അനുമോള് ജസ്റ്റ് മിസ്സായി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ടിരിക്കുന്ന ഒരു കുട്ടി പക്ഷേ ഭയങ്കര ബോൾഡായിട്ട് വന്നൊക്കെ സംസാരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ കുട്ടിയിലേക്ക് അപ്പൊ പുള്ളി പറഞ്ഞത് കേട്ടില്ലേ, പല രീതിക്ക് പേരുദോഷം കേട്ടോണ്ടിരിക്കുന്ന പെൺകുട്ടി. അപ്പൊ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം പുള്ളി എവിടെയൊക്കെയാണ് ക്യാച്ച് ചെയ്തതെന്ന്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ കത്തിക്കേറി നിൽക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ മോശം രീതിയിൽ കത്തിക്കേറി നിൽക്കുന്ന ആൾക്കാരെ പിടിച്ച് ഫോട്ടോഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും കൂടെ ഹിറ്റ് ആവും എന്നുള്ള രീതിയിലാണ്. അതാണ് ഇവിടെ എനിക്ക് തോന്നുന്നത്, അതാണ് ഇവിടെ സംഭവിച്ചത്. അതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണല്ലോ ഇപ്പൊ പറഞ്ഞത്, പേരുദോഷം കേട്ടോണ്ടിരിക്കുന്ന രേണുസുതിയെ. അപ്പൊ ആ ഒരു രേണുസുതിയെ കൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയാൽ തെറ്റല്ലേ? അപ്പോ ആ അടുത്തിരിക്കുന്ന ആ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുകയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. പക്ഷെ പുള്ളിക്കാരി അത് മൈൻഡ് പോലും ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. അത് ഇനി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ പുള്ളിക്കാരൻ കൊടുത്ത ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. പേരുദോഷം കേട്ടോണ്ടിരിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് കൂടാന്നുള്ള ഒരു സംഭവം വന്നു. രേണുവിനോട് ചോദിച്ചപ്പം സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ സ്പോട്ടിൽ ഓക്കെ എന്നാണ് ആൻസർ വന്നത്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഫർദർ പ്രൊസീഡ് ചെയ്ത് മുമ്പോട്ട് പോയി. പിന്നെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രേണു ബിസി ആയിരുന്നു.
അതുകൊണ്ടാണ് കുറച്ച് ലാഗ് ആയി പോയത്. ഇല്ലെങ്കിൽ ഇതിന് മുമ്പേ തന്നെ ഇത് വരേണ്ടതാണ്. ചേച്ചിനെ ഡോക്ടറെ സമീപിക്കുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു? ഓക്കെ, ബ്രൈഡൽ ഫോട്ടോഷൂട്ട് ആണ്, അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്റെ കല്യാണം? അപ്പൊ ഇതുവരെ ആ ഒരു അവതാരിക ചോദിച്ചതിന് ആ പുള്ളിക്കാരൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഒരു ക്യാപ്ഷൻ കൊടുത്തത് എന്നുള്ളത് അത് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് പുള്ളിക്കാരൻ. ആ ഒരു ചോദ്യത്തിന് ഇതിനകത്ത് എവിടെയും ആൻസർ ചെയ്തിട്ടില്ല. ആൾക്കാർക്ക് ഒരു 50% ആൾക്കാർ ഇങ്ങനെ നെഗറ്റീവ്, 50% നമുക്ക് കൂടെ ഉണ്ട് കേട്ടോ. സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും, നെഗറ്റീവ് അല്ലാതെ കേൾക്കുന്നത്. ഞാനും ദാസേട്ടൻ കേൾക്കുന്ന കണ്ടില്ലേ, ഞാൻ ചോദിച്ചു നോക്കല്ലേ, കേൾക്കുന്ന കണ്ടില്ലേ, ഇതിലപ്പുറം കേൾക്കേണ്ടി വരും. അപ്പൊ ഒന്നും കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സാർ ഓക്കെയാണെന്ന് വെച്ചാൽ ഞാൻ ഓക്കെയാണ് രേണു. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ പെർഫോമൻസ് ചെയ്യുന്നതുകൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് ജനങ്ങൾ വയലന്റ് ആവുന്നത്. കാര്യം നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊന്നും ചെയ്യാണ്ടിരിക്കുക. തെറ്റിദ്ധരിപ്പിക്കണമെന്ന് ഉള്ള ചിന്തയോടുകൂടി ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അവിടെയാണ് പ്രശ്നം വരുന്നത്. എത്രയോ ഫോട്ടോഷൂട്ട് കിടക്കുന്നു, ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ട് പലരും പല രീതിയിൽ എടുക്കുന്നു. പക്ഷെ അതിനൊന്നും ഒരു വിഷയമില്ല. പക്ഷെ ഇങ്ങനത്തെ ക്യാപ്ഷൻ വന്നതാണ് അവിടെ വിഷയമായത്. പിന്നെ അതിനകത്ത് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു പരസ്യമാണ്. അത് എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? അതും ഇല്ല, അതും വെറുതെയാണ്. ഇയാൾ മനഃപൂർവ്വം അതിനകത്ത് ക്യാപ്ഷൻ ഇട്ടതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി ഇതിനപ്പുറം ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത് ഈ നെഗറ്റീവ് ആൾക്കാരെയാണ് ഇഷ്ടം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലുണ്ടല്ലോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവർ നിർത്തുന്നു. പക്ഷെ അതല്ല സംഭവം. പക്ഷെ ഇതിന് വലിയ താങ്ക്സ് പറയേണ്ട വേറെ കുറച്ച് ആളുകളുണ്ട്. പിന്നിൽ പ്രവർത്തിച്ചു അല്ല, പ്രവർത്തിച്ചെന്നുള്ളതല്ല, നമുക്ക് പണി തന്ന കുറച്ച് ആളുകളുണ്ട്. നമുക്ക് മൈൻഡിയാതിരിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ഭാഗം ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. ഇതിനകത്ത് ആ ക്യാപ്ഷൻ ഇട്ട ആ ഒരു ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച ആ ഒരു സംഭവത്തെ കുറിച്ച് പറയാതെ വേറുള്ള കാര്യങ്ങളിലൊക്കെ കിടന്ന് മെഴുകുക പുള്ളി. അപ്പൊ നിങ്ങൾ തന്നെ ഒരു സംഭവം എടുത്തിട്ടിട്ട് പബ്ലിക് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ കാണിച്ചിട്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാ പേജ്, അതിൽ നിന്ന് നമ്മുടെ ഫോട്ടോസ് ഇട്ടിട്ട് ഒരു കൊളാബ് വന്നു. നമ്മൾ സാധാരണ FB-ലാണെങ്കിൽ അതിന്റെ ക്യാപ്ഷൻസ് മോളിൽ കാണാൻ പറ്റും. ഇൻസ്റ്റയിൽ താഴെ ആയതുകൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ നെഗറ്റീവ് കമന്റ്സ് കാണുന്നവർ നെഗറ്റീവ് കമന്റ്സ് എല്ലാം എടുത്ത് അയച്ചിരുന്നത് വായിച്ച് തന്നെ തളർന്നിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ. പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണോ അതോ കമന്റ് ബോക്സ് ഓഫ് ചെയ്യണോ? അപ്പൊ ഇത്രയും നെഗറ്റീവ് കമന്റ്സ് താങ്ങാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. കാര്യം ഇദ്ദേഹത്തിന് നെഗറ്റീവ് കമന്റേ ഉള്ളൂ. ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫുള്ള് നെഗറ്റീവ് കമന്റാ. എന്നിട്ട് ഇദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നില്ല. അതൊന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ആ ക്യാപ്ഷൻ തിരുത്താം. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മാത്രം ഐഡിയ അല്ല, നമ്മുടെ ഒരു ടീം വർക്ക് ആകുമ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു ഐഡിയ പുള്ളിക്കാരത്തി വീണ്ടും സമ്മതിക്കുന്നുണ്ട്, ഞാനില്ല, ഞാൻ ഒന്നിനും ഇതിനകത്തില്ല, ഫോട്ടോഷൂട്ട് മാത്രമേ എടുത്തേ ഉള്ളൂ, വേറെ ഒരു കാര്യത്തിനും വേറെ ഒരു പ്ലാനിങ്ങിനും പുള്ളിക്കാരി ഇല്ലെന്നാണ് പറയുന്നത്. രേണു സുധി ഇനി മുതൽ രേണു മനു ഒരു 4 ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടുപിടിക്കുന്ന ഒരു ഈ ഇമോജി ഞാനാണ് ഇട്ടതെന്നുള്ളതാണ് പൊതുവെ എല്ലാവരുടെ ഒരു പ്രശ്നം. ഇത് ഈ തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞ ആളുടെ സുനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ അതിൽ നോക്കുമ്പോൾ സുനിൽ. അപ്പോ കുറച്ചെങ്കിലും ഉളുപ്പ് വേണം. കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ കിടക്കുന്ന കാര്യമാണ് ഈ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, ബാക്കിയുള്ള റിയാക്ഷൻ ബ്ലോഗേഴ്സും ആ കാര്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈലിലുള്ള കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, ചോദിക്കുന്നുമില്ല. രാജകുമാരനും ഒന്നായി ഞങ്ങൾ വിവാഹിതരായി ഞങ്ങൾ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആരാണെങ്കിലും സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിക്കില്ലേ? അതാണ് സുനിൽ കെ സുധീറോ, അങ്ങനെ എന്താ പേര് എക്സാക്റ്റ് ആയിട്ട് ഞാൻ നോക്കുന്നില്ല. അതാണ് ആ അക്കൗണ്ട്. പുള്ളി എന്നെ കൊളാബ് ചെയ്തിട്ടുണ്ട്, രേണുവിനെ കൊളാബ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, അത് സത്യമാണ്. പക്ഷെ നമ്മുടെ ഫോട്ടോസ് ഇട്ട് നമ്മളോട് കൊളാബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമുക്കൊരു നെഗറ്റീവ് വരത്തില്ലെന്ന് ഉറപ്പിച്ചിട്ടല്ലേ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ? രേണു സുധി ഇനി മുതൽ രേണു മനു എഴുതാൻ എന്ത് ധൈര്യമാണ് ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞ് ഭയങ്കര, അതായത് ആ ക്യാപ്ഷനെ പിടിച്ചിട്ട്. അപ്പം നമ്മുടെ ടീമിൽ ഡിസ്കഷൻ നടക്കുമല്ലോ. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, ഞാൻ എഴുതി പോലും ഇടാത്ത സാധനങ്ങളെ കുറിച്ചിട്ടാണ് ഈ പല ആളുകളും കമന്റ് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഇതൊന്നും ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടില്ല. പക്ഷെ ഇവരായോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അത് ഓൾറെഡി ഡിക്ലർ ചെയ്തതെന്നാണ് അനിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ എന്തായാലും കൊണ്ടുവന്ന് ഇട്ട് പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെ ആൾക്കാരുടെ വായിന്ന് പൂജത്തെറിയേക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടു. എന്നിട്ട് ആ പോസ്റ്റിനെ കുറിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പൊ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വേണമെങ്കിൽ എനിക്കത് ഡിലീറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിടാം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആൾക്കാർ വന്നിട്ട് പറയും നീ എന്തിനാ എഡിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തതെന്ന് പറയത്തില്ല. ആ ഒരു കാരണത്തിന്റെ പേര് മാത്രമാണ് അത് മാറ്റാത്തത്. ശരിക്കും അത് ചെയ്തു തരുന്നത് ഞാൻ അതിന്റെ പേജിൽ ഇട്ടെന്നുള്ളത് സത്യമാണ്. അത് എന്താണ് വിവാഹിതരായോ ഇല്ലേ എന്നുള്ളൊരു ഈ ഇവർ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഈ സാധനം, അതായത് രേണു സുധീനി മുതൽ രേണു മനു എന്നുള്ളത് ഞാനാണ് എഴുതിയത്. അങ്ങനെ ഒരു പക്ഷേ ശരിക്കും സംഭവം ഇത് ഈ സുനിൽ എന്ന് പറയുന്ന ഈ തൊപ്പിക്കാരൻ. പിന്നെ എനിക്ക് വേണമെങ്കിൽ അതിന് റിമൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, ഇട്ട ക്യാപ്ഷനും ഇതൊക്കെ റിമൂവ് ചെയ്യാം. പക്ഷെ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് നാളെ ക്ലാരിഫിക്കേഷൻ പറയാൻ പറ്റുള്ളൂ. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എത്ര വലിയ ക്ലാരിഫിക്കേഷൻ. എന്തായാലും നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരു എന്താണ് മൊത്തം മാറി നിൽക്കുവാണ് ആ സ്ത്രീ. അപ്പൊ അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അവരെ നിങ്ങൾ മുതലെടുക്കുമായിരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാര്യം ഇത് കാണുന്ന എല്ലാവർക്കും ഉറപ്പുണ്ട്, രേണു സുധീനെ നിങ്ങൾ മുതലെടുക്കുമായിരുന്നു. എന്തായാലും ആ പുള്ളിക്കാരന്റെ ഐഡിയിൽ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് വൈറലാകാൻ വേണ്ടിയിട്ടുള്ള ഓരോ കോപ്രായങ്ങൾ. ആരെ കൊന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് വൈറലാവണം, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പല കാട്ടിക്കൂട്ടലൊക്കെ കാണിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് രേണു സുധി പറയുന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് വേണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അക്സെപ്റ്റ് ചെയ്താണ്. എനിക്കും അറിയത്തില്ലായിരുന്നു ഇത്രയും വിഷയം ആകുമെന്ന്. അതുമല്ല
ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ വന്നിട്ട് ഫോട്ടോഷൂട്ടിന്റെ കാര്യം പറയുന്നത്. അപ്പൊ പറഞ്ഞു പുള്ളിക്കാരൻ ചോദിച്ചെന്ന്, പിന്നെ അതെ ഞാനും ദാസേട്ടനും തമ്മിലുള്ള കാര്യങ്ങൾ അറിയാലോ, ആൾക്കാർ തെറി പറയുന്നതൊക്കെ അറിയാലോ, അത് കുഴപ്പമില്ലാന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഇതിനകത്ത് പിന്നെ ഫോട്ടോഷൂട്ട് എടുക്കാൻ സമ്മതിച്ചെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു പ്രോജക്ട് സക്സസ് ആക്കാന്നുള്ള എന്റെ ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണു അങ്ങനെ ഇട്ടതിൽ എനിക്ക് വിഷ്ണുവിനോട് യാതൊരു എതിർപ്പില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു ഞാൻ പറഞ്ഞില്ലേ തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിന്റെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തോട് എനിക്ക് യാതൊരു ഉറപ്പില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ട് ശരി ഒരു പല അഡ്വർടൈസ്മെന്റ് ഇവിടെ വരുന്നു, കൂട്ടത്തിൽ ഇത് ഒരു അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കേണ്ട ഒരു സാധനം ഇവരൊക്കെ സപ്പോർട്ട്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.